കാറ് കയറിയ സംഭവം പറഞ്ഞില്ല. ഒരു സമുദായ നേതാവ് ഒരു മുഖ്യമന്ത്രിൻ്റെ കാറ് കയറി എന്നുള്ളത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അത് കയറിയ ആളെ പേരെന്താ? വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനും ആ നിലക്ക് ഒരു സമുദായ നേതാവ് എന്നുള്ള നിലക്ക് നമ്മൾ പ്രശ്നം കാണില്ല. പക്ഷേ ഈയിടെയായിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പ്രശ്നം. അതായത് ഒരു സമുദായത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും പേരെടുത്ത് അതിലെ ചില നേതാക്കന്മാരെ, പണ്ഡിതന്മാരുടെ പേര് വരെ എടുത്തു വെച്ചുകൊണ്ട് തനിച്ച വിദ്വേഷം. അതായത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ SNDPയുടെ നേതൃത്വത്തിലിരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം ശരിയാണ്. പക്ഷേ അത് ഇരുന്ന അദ്ദേഹം അവരുടെ സമുദായത്തിന് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അത് നേരത്തെയുള്ള ഈ സർക്കാർ നേരത്തെ ഭരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ 10 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ വാങ്ങിക്കൊടുക്കേണ്ട കുറേ കാര്യം ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ചർച്ച പോകാതെ മുൻ സർക്കാരുകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നില്ല, അത് മറ്റ് സമുദായങ്ങൾക്കാണ് ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ അനാവശ്യമായി വേറെ സമുദായങ്ങൾ, അത് എനിക്ക് തോന്നുന്നു SNDPയുടെ കാര്യബോധമുള്ള അണികൾ വരെ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന രീതി. എന്താണ് ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ഞങ്ങളെ അയൽവാസികളെ പറ്റി പറയുന്നത്, ഞങ്ങളെപ്പോഴും ഇടപഴകുന്ന ഈ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുന്നത്, ഇവിടെ മലപ്പുറം ജില്ലയിൽ വന്ന ശ്വാസം മുട്ടുന്ന അവസ്ഥയാണെന്നൊക്കെ പറയുന്നത് എന്താ, ഞങ്ങൾ ഇവിടെയാണല്ലോ ജീവിക്കുന്നത് എന്ന് അവർ തന്നെ ഒരു പ്രയാസത്തോടു കൂടി ഓർക്കുന്ന ഘട്ടത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തെ ആണ് എന്ത് ചെയ്യുന്നത്, പല സന്ദർഭങ്ങൾ ഓരോ വിദ്വേഷ പ്രവർത്തനം അദ്ദേഹം നടത്തും. അപ്പം നേരെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ആദരിക്കും. ഇപ്പം ലാസ്റ്റ് എന്ത് ചെയ്തു, കാറിലും കയറ്റിയിട്ട് കൊണ്ടുപോയി. ഇത് മറ്റൊരു സമുദായത്തോട് ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. അതാണ് ഇതിൻ്റെ പ്രശ്നം. അല്ലാതെ കാറ് കയറുന്നതും പോകുന്നതും ഒന്നല്ല ഒരു വിഷയമായിട്ടല്ല കണ്ടത്.